തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്നു മനോജും അയാളുടെ ഭാര്യ വിമലയും. കോട്ടയം കഴിഞ്ഞതും വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് അവർ കഴിച്ചു. വിമലയ്ക്ക് കാപ്പി കുടിച്ചാലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തൃപ്തി ഉണ്ടാകൂ. ട്രെയിൻ അടുത്ത സ്റ്റേഷനിലെത്തിയതും മനോജ് വാതിലിനടുത്തേക്ക് പോയി. അവിടെ കാപ്പി വിൽക്കുന്ന ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അയാളോട് 2 കാപ്പിയും വാങ്ങി പണം കൊടുക്കാൻ നോക്കിയപ്പോൾ ചില്ലറയില്ല. 200 രൂപ എടുത്തു കൊടുത്തു. 20 രൂപ ചില്ലറയില്ലേ സാറേ എന്ന് അയാൾ ചോദിച്ചപ്പോൾ ഇല്ല എന്ന മറുപടിയും നൽകി. കാപ്പി വിൽപ്പനക്കാരൻ ബാക്കി കൊടുക്കുവാൻ പോക്കറ്റിൽ നിന്നും പണം എടുത്തുകൊണ്ടിരിക്കുന്നതിനിടെ ട്രെയിൻ മുൻപോട്ടെടുത്തു. ബാക്കിയുമായി അയാൾ ട്രെയിനിന്റെ പിറകെ ഓടി. അതിനുള്ളിൽ ട്രെയിൻ പ്ലാറ്റ്ഫോം കടന്നു. മനോജ് സീറ്റിലേക്ക് മടങ്ങി വന്ന് ഒന്നും നടക്കാത്തതുപോലെയായിരുന്നു ചായ ഊതിക്കുടിക്കുവാൻ തുടങ്ങിയത്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് വിമല ഇരുന്നത്. എന്താ 200 രൂപ പോയല്ലേ? അതെ, അതിനെന്താ ഇപ്പം? ആരെങ്കിലും 200 രൂപ വെറുതെ കാപ്പി വിൽപ്പനക്കാരന് കൊടുക്കുമോ? അയാൾ ബാക്കി തരുവാൻ കുറേ ശ്രമിച്ചായിരുന്നു. അതിനു മുമ്പ് ട്രെയിൻ അങ്ങ് പോയി. അയാൾ എന്തു ചെയ്യും? പാവം മനുഷ്യൻ. അതെ, നിങ്ങൾ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിച്ചിരുന്നു? ഒരു മിടുക്കുമില്ല. അയാൾ എന്നെ വേണമെന്ന് വെച്ച് കളിപ്പിച്ചെന്നാണോ നീ പറയുന്നത്? അതെ, ചുമ്മാ ബാക്കി എടുക്കുന്നത് പോലെ അഭിനയിച്ചതാ അയാൾ. ഇതുപോലും നിങ്ങൾ മനസ്സിലാക്കിയില്ലല്ലോ. ആ പോയാ പോട്ടെ, അല്ലാതെ എന്തു പറയുവാൻ? ഇവർ സംസാരിച്ചത് അവിടെ ഇരുന്ന് എല്ലാവരും കേൾക്കുന്നുണ്ടായിരുന്നു. അരമണിക്കൂറിനുള്ളിൽ അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ എത്തി. അവിടെ നിന്നും കുറേ ആളുകൾ കയറി. ഒരു 15 വയസ്സുള്ള ആൺകുട്ടിയും ട്രെയിനിൽ കയറി. അവർ മനോജിനെ തിരിഞ്ഞു വന്ന്, സാർ, നിങ്ങൾ മുമ്പിലത്തെ സ്റ്റേഷനിൽ നിന്ന് ചായ കുടിച്ചായിരുന്നോ? ആ കുടിച്ചു, മനോജ് പറഞ്ഞു. ഇതാ സാർ ബാക്കി 180 രൂപ. നിങ്ങൾ ചായ വാങ്ങിയില്ലേ? അയാളുടെ മകനാണ് ഞാൻ. ഇങ്ങനെ ഇടയ്ക്കിടെ നടക്കുന്നതാണ്. ആ സ്റ്റേഷനിൽ ട്രെയിൻ 1 മിനിറ്റ് മാത്രമേ നിർത്തൂ. ചായ വാങ്ങുന്നവർക്ക് ബാലൻസ് കൊടുക്കുവാൻ സാധിക്കില്ല. കുറച്ച് പണവുമായി ഞാൻ ഈ സ്റ്റേഷനിൽ നിൽക്കും. അച്ഛൻ അവിടെ നിന്ന് ട്രെയിൻ പുറപ്പെടുമ്പോൾ അടയാളം സഹിതം വിവരം എന്നെ അറിയിക്കും. ഞാൻ ഇവിടെ വന്ന് അവർക്ക് ബാലൻസ് കൊടുക്കും. മനോജ് ഇത് കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞുപോയി. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നിരുന്ന വിമലയ്ക്ക് തന്റെ ഭർത്താവിനോട് ബഹുമാനം തോന്നി. അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ വിചാരകനാക്കും. സത്യമായും ആ ചായ വിൽപ്പനക്കാരൻ വിശ്വസ്തനായവനാണ്. ദൈവം തീർച്ചയായും അയാളെയും തന്റെ കുടുംബത്തെയും ഉയർത്തി വലിയ നന്മകൾ നൽകും.